ഡോക്ടറെ, നോമ്പ് എടുത്തിട്ട് ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോമ്പ് മുറിവെന്ന് കുറേ പേര് ചോദിക്കുന്നൊരു സംശയമാണ്. അതിന് സത്യാവസ്ഥ എന്താ? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ഡോക്ടർ. ഒരുപാട് നോമ്പുകാർ ഈ സംശയം ചോദിക്കാറുണ്ട്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പേടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വായിൽ വെള്ളം ഇറങ്ങി പോകുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ അഡ്വാൻസ് ടെക്നോളജി പ്രകാരം നമുക്ക് റബ്ബർ ഡാമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പല്ലിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ വായിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഇറങ്ങാണ്ട് നമുക്ക് ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എമർജൻസി ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ നമുക്ക് ലോക്കൽ അനസ്തേസിയ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ലോക്കൽ അനസ്തേസിയയിൽ ഒരിക്കലും ഒരു ന്യൂട്രിയൻ സപ്ലിമെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. മറിച്ച് നമ്മുടെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പം നംനെസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ കൂടി പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആയിട്ടും അതുപോലെ തന്നെ നോമ്പ് മുറിയാണ്ട് നമുക്ക് ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പോസിബിൾ ആണ്. ഇനിയിപ്പം ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സ് മാത്രമല്ല, എനി മെഡിക്കൽ എമർജൻസീസ് ഉണ്ടെങ്കിലും rather than going through that pain, it is better to consult a doctor. ഡോക്ടറെ, നോമ്പുകാരൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബാഡ് ബ്രെത്ത് ആണ്. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? തീർച്ചയായും ഒരു നോമ്പുകാരൻ 12-13 മണിക്കൂർ വെള്ളമില്ലാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി അവരുടെ വായൊക്കെ ഡ്രൈ ആയിരിക്കും. പിന്നെ മാത്രമല്ല അവരുടെ സലൈവ ഉമിനീരെന്ന് പറയുന്ന സാധനവും വളരെ ചെറിയ അംശത്തിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ വായ ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് ബാഡ് ബ്രെത്ത് സ്വാഭാവികമായും ഒരു നോമ്പുകാരന് ഉണ്ടാവും. ഇനി ഇത് മാനേജ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത്, ഫസ്റ്റ് നമ്മൾക്കെപ്പോഴും തോന്നും നമ്മൾ വായിലേക്ക് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഫുഡൊന്നും എടുക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കി വെക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം, അതായത് ഇപ്പം അത്താഴത്തിന് മുൻപായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞ് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും ബ്രഷിങ് ചെയ്ത് ഫ്ലോസിങ് ചെയ്ത് ടങ് ക്ലീനൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഓറൽ ഹൈജീൻ പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അതൊന്ന്. രണ്ടാമത്തത്, വായ ഡ്രൈ ആയിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ നമുക്ക് വെള്ളം ഫ്രീക്വൻ്റ് ആയിട്ട് ഒന്ന് റിൻസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നോർമൽ വാട്ടർ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇത് വെച്ച് നമുക്കൊരു ഹാഫ് ആൻ അവർ 1 അവർ ഒക്കെ കൂടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് സിമ്പിളായി മാനേജ് ചെയ്യാൻ പറ്റും.